മുത്തുമണീസ് റമദാൻ മുബാറക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ മുതലേ വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ ജോലി ഒഴിയണ്ടേ. ഇപ്പോഴാണ് ഒന്ന് നടുവ് നൂത്തൊന്ന് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് കുളിച്ച് നിസ്കരിച്ചിട്ട് ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഇനിയും സമയം വൈകണ്ടെന്ന് പറഞ്ഞെങ്കിൽ വീഡിയോ എടുക്കുകയാണേ. അപ്പോൾ എന്താ പറയുക, എന്നും നമ്മൾ ചെയ്യുന്ന ജോലികൾ തന്നെയാണ്, പക്ഷെ നോമ്പ് പിടിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഉന്മേഷക്കുറവ് അങ്ങനെ സമയം പോയി. ഇപ്പോൾ ഒരു 2 മണിയായിട്ടുണ്ട് സമയം. അപ്പം അണ്ണ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കാരണം സാധാ ദിവസങ്ങളിലാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറെണ്ണം വരും, ഇതിപ്പോൾ വരണ്ടല്ലോ, നോമ്പല്ല. അപ്പം അണ്ണ അത്ര നേരം കൂടെ അവിടെ നിൽക്കും. അണ്ണൻ പറയാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ വൈകുന്നേരം ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്ക്, എന്നിട്ട് അതിൻ്റെ സാധനങ്ങൾ വിളിച്ച് പറയാം, ഞാൻ അതും വാങ്ങിച്ചോണ്ടങ്ങ് വരാം. അപ്പം പിന്നെ രണ്ടാമതിറങ്ങി ഓർഡർ ഉണ്ടല്ലോ, ഞാൻ എന്തുണ്ടാക്കുമെന്ന് ആലോചിക്കുന്നത്. ഈ കരിപ്പും പൊരിപ്പും ഒന്നും വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ സ്നാക്സ് നമ്മൾ കഴിഞ്ഞ വട്ടവും ഉണ്ടാക്കുന്നതൊക്കെ ഒന്നുകൂടെ ഉണ്ടാക്കിയാൽ മതി. ഈ നോമ്പ് സമയത്ത് ഞാൻ ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം നമുക്കൊരു ഉന്മേഷമാണല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ വെച്ചൊരു രസമാണ്. പൊന്നൂസിനെ മോണ്ടനാണ് ഏറ്റവും ഇഷ്ടം. സത്യം പറഞ്ഞാൽ പൊന്നൂസിനെ മോണ്ടനെ കാണുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിലത്തെ ഇതാ ഓർക്കുന്നത്. ഞാനും അതുപോലെ ആയിരുന്നു. നോമ്പില്ലെങ്കിലും ഏറ്റവും നോമ്പ് മുറിക്കാൻ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഞാനായിരിക്കും. അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു രസമായിരുന്നു. അപ്പോൾ ഇന്ന് പൊന്നൂനെ മോണ്ടനെ നോമ്പ് പിടിപ്പിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ രണ്ടുപേരും ഇന്നലെ ആദ്യമായിട്ടാണല്ലോ നോമ്പ് പിടിച്ചത്. എന്നിട്ട് തണുത്ത വെള്ളം കുറേ അങ്ങ് കുടിച്ച്. അപ്പോൾ ഈ നേരം കിട്ട നേരത്ത് കുടിച്ചത് കൊണ്ടായിരിക്കണം രണ്ടുപേരും കിടന്ന് ഉറങ്ങിയപ്പം ചെറിയ ചുമയുണ്ടായിരുന്നു. പിന്നെ പൊന്നൂന് നല്ല മൂക്കടപ്പുണ്ടായിരുന്നു. പിന്നെ മൂക്കിൽ നേസൽ ഡ്രോപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് രാത്രി ഉറങ്ങിയത്. അപ്പം അണ്ണൻ പറഞ്ഞു വിളിക്കണ്ട. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇവിടുത്തെ ലൈറ്റ് ഇടാതെ അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഇടയത്താനും കഴിച്ചത്. എന്നാൽ രണ്ടുപേരും വിളിക്കണേന്ന് പറഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ രാവിലെ എണീറ്റ് മോനോടൊരു ഭയങ്കര സങ്കടം. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ മോനെ, എന്തോ കണ്ണാ പറ. അപ്പോൾ അവൾ പിടിച്ചോ നോമ്പ്, പൊന്നൂസ് പിടിച്ചോ? അപ്പം ഞാനില്ല, പൊന്നൂസും പിടിച്ചില്ല. അപ്പം ആളങ്ങ് ഉഷാറായി. പിന്നെ കുളിച്ച് സ്കൂളിലൊക്കെ പോവേ. അപ്പോൾ ഇന്നോട്ട് റിവിഷനാണ്. 14 തീയതി തൊട്ട് വെള്ളിയാഴ്ച തൊട്ട് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് കഴിഞ്ഞാൽ മോനക്കുട്ട എണ്ണി ഇരിക്കുവാണ് ദിവസങ്ങൾ. പക്ഷേ കാര്യമില്ല, മദ്രസ ഉണ്ടല്ലോ. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ മദ്രസ അങ്ങ് തുറക്കും. എൻ്റെ ഈ പണ്ടുള്ള സമയത്തും ഈ സ്കൂളും മദ്രസ ഒരുമിച്ച് അടച്ച ചരിത്രമേ എനിക്ക് ഓർമ്മയില്ല. കാരണം ഏതെങ്കിലും ഒന്ന് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പം ഇനി ഞാനൊരു ഇച്ചിരി നേരം നടുവ് നോക്കട്ടെ. സത്യം പറഞ്ഞാൽ തലയും കണ്ടൊക്കെ കറങ്ങുന്നുണ്ട്. പ്രൊമോഷൻ വീഡിയോസ് ഉണ്ട് ഒത്തിരി, എല്ലാം പെൻഡിങ്. ഒന്നും ചെയ്യാനുള്ളൊരു മൂഡും ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി ഞാൻ ഇച്ചിരി നേരം കിടന്നിട്ട് അണ്ണൻ വരുമ്പം നമുക്ക് ബാക്കി വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങാം കേട്ടോ. പിന്നെ അണ്ണൻ്റെ അമ്മ ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു ചക്ക അവിടെ ഇരിക്കുന്നേ, ഒരു വരിക്കച്ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ചക്കയിൽ ഉണ്ടോ അമ്മ എന്ന് ചോദിച്ചായിരുന്നു. അത് എവിടെ നിന്നോ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് വരാൻ ഞാനൊന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കട്ടെ, അല്ലെങ്കിൽ അതങ്ങ് മറന്നിട്ട് പോകും. ചക്ക വറുത്ത്, ചക്ക ഉപ്പേരി, ചക്ക വറ്റിൽ കഴിക്കണമെന്ന് ഭയങ്കര കൊതി. പക്ഷെ നോമ്പ് കുറിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ എന്നെ ഇച്ചിരി നേരം കിടക്കട്ടെ, അണ്ണൻ വരുമ്പോൾ കാണാമോ. ഞാൻ വിചാരിച്ചു ചക്കയോടെ കൊണ്ടുവരും, ഇപ്പം എളുപ്പമായി. പഴുത്തത് എവിടുന്നാ? അടുത്ത കൂടെ ഉള്ള അമ്മക്ക് വേറെ ആരാ കൊടുത്തതാ. ചക്ക പഴുത്ത ചക്ക ചീയുണ്ട്. അത് കൊതിക്ക് കഴിക്കാടി. മറ്റേത് വറക്കാൻ കൊള്ളാവോ നോക്കട്ടെ. എനിക്ക് വറുത്തേ അതാ എൻ്റെ കൊതി. കാരണം വീട്ടിൽ ഇരിക്കുന്ന 2 പ്ലാവ് മുറിച്ച് നമ്മൾ വീട് പണിക്ക് ശാന്തൻ്റെ അമ്മയുടെ പ്ലാവാണ് ചക്ക കിട്ടുന്ന നല്ല 2 പ്ലാവാണ് മുറിച്ചത്. അതുകൊണ്ട് ഇപ്പൊ ചക്കയില്ല. അമ്മ എവിടെന്നൊക്കെ ചോദിച്ച് കൊണ്ട് വിളിക്കും. അണ്ണേ നമുക്ക് എന്താ സ്നാക്സ്? അപ്പൊ ഇതന്നെ ചക്ക വറുത്തത്, ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയല്ല. ചക്ക ഞാൻ പറയാം, ലിസ്റ്റ് തരാം, പോയി മേടിച്ചോണ്ട. പൊരിപ്പുണ്ടല്ലോ. ഇപ്പം നമുക്ക് ചക്ക അരിഞ്ഞെടുക്കാം. അണ്ണൻ പറയാം ഇനി ചക്ക കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പോലും. എന്തോന്ന് അണ്ണേ, എന്തോ ചക്ക കൊണ്ട് ചക്ക അങ്ങോട്ട് മിക്സിയിൽ അടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യൂന്നൊക്കെ അണ്ണൻ പറയാം. അമ്മ എന്തോ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട വറുത്തെടുക്കാം, കാരണം വറുക്കാനല്ലേ ഞാൻ കൊതിച്ചത്. പൊന്നൂസിന് മോനൂട്ടിനും അതാ ഇഷ്ടം. അപ്പം നമുക്ക് വറുത്ത് വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ നമുക്ക് ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാം. എണ്ണപ്പലഹാരം വേണ്ട എന്ന് പറഞ്ഞാലും ഒരു കൊതിയല്ലേ ആ സമയത്തൊക്കെ. അപ്പം പിള്ളേരെ വിളിച്ചോണ്ട് വരുമ്പോൾ വാങ്ങിച്ചു തരാമെന്ന് പറയുന്നത്. ഇപ്പം വന്നിട്ട് കുളിക്കുക കേട്ടോ. കുറച്ചും കൂടെ വിളയാനുണ്ടെന്ന് അണ്ണൻ പറയുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും നോക്കാൻ അറിയത്തില്ല കേട്ടോ. ഈ വിളഞ്ഞോ ഇല്ലയോ അങ്ങനെ നോക്കാൻ എനിക്കറിയത്തില്ല. കുറേ നാളായിട്ട് വിചാരിക്കുക ഈ
കയ്യുറ മേടിക്കണം. എവട്ടെ മറന്ന് പോവാ. ഞാനും കുളിച്ചിട്ട് കേട്ടോ, കാരണം അത്രയും വിയർപ്പും ഇതുമായിട്ട് നിൽക്കും കേട്ടോ. അതിന് ഇനി ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയാലേ പിള്ളേരെ വിളിക്കാൻ പോകേണ്ട സമയം കഴിഞ്ഞു പോകും. ഞാൻ ഇപ്പം തന്നെ ഇത് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം. ചട്ടപ്പടീന്ന് അരിഞ്ഞു പറക്കി എടുത്തു കേട്ടോ. അപ്പം നമുക്കിതിനി ഉപ്പ്, മഞ്ഞപ്പൊടി, ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഞെവിടിയിട്ട് ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് വെക്കാം. അപ്പം നന്നായിട്ട് ഉപ്പ് പിടിക്കുമേ. സുന്ദരിയും സുന്ദരനും വന്നല്ലോ. അതെ, ഇത് മുസറല്ല ചീസ്. അയ്യോ, മുസറല്ല ചീസ് മേടിക്കാൻ പറഞ്ഞ ചീസ് കിട്ടിയില്ല. ഇത് മക്കളെ അത്താക്കി തണ്ണിമത്തങ്ങ സർബത്ത് ഉണ്ടാക്കുമ്പോൾ ഇടാൻ കസ്കസ് നാളത്തേക്കാട്ടോ, ഇന്നല്ല. ഇവർ 3 പേര് തണ്ണിമത്തങ്ങയുടെ ആളാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ ഇഷ്ടമല്ല. രണ്ടുപേരും എന്തിന്? ഇന്നോ? ഇന്നതിന് സിങ്സികൾക്ക് നോമ്പില്ലല്ലോ. അമ്മയ്ക്ക് തണ്ണിമത്തങ്ങ ഇഷ്ടമല്ല. അമ്മ നാളെ ഉണ്ടാക്കി തരാം. അത് ഈ എണ്ണ പറഞ്ഞു കൊടുത്തിയാന്ന് തോന്നുന്നില്ല. അല്ല, ഇച്ചിരി പൈനാപ്പിൾ അടിക്കാൻ, ഇച്ചിരി സർബത്തും ഉണ്ടാക്കാം. പന്നലാവും. എനിക്ക് ജ്യൂസ്. പെട്ടെന്ന് നോക്കട്ടെ. ദേ ഇന്ന് ട്യൂഷൻ 6 മണി തൊട്ട് 4 മണി തൊട്ട് 6 വരെ കേട്ടോ. ചീസ് അമ്മാക്കി മറ്റേ ബോൾസ് ഉണ്ടാക്കാൻ, ബ്രെഡിന്റെ ബോൾസ്, ചീസ് ബോൾസ്. അതല്ല അമ്മ ഉണ്ടാക്കണ്ടേ, നിങ്ങൾ ട്യൂഷന് പോവാം. 6 മണി വരെ ഉള്ളു ട്യൂഷൻ. കൂട്ടാ അയ്യോ ഇത് തന്നെ ഇവിടെ സ്കൂളിൽ പോയിട്ട് വന്ന പെട്ടെന്ന് പോ. അത് ഇവർക്ക് ട്യൂഷൻ എടുക്കുന്ന അനീത്തിയും നോമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 6 മണിയാകുമ്പോഴത്തേക്ക് അതിന് നോമ്പ് തുറക്കണ്ടേ. അത് 4 മണിക്ക് ട്യൂഷൻ വെച്ചത്. പോവാന് കൂട്ടാ പോ. ഇപ്പൊ തന്നെ നല്ല സമയം എന്താണ്, 4:30 മോനോട്ട് പോകണ്ണ. വേഗം പോവാം. നമ്മുടെ ചക്കര ബേബി പോ. മോനുകൂട്ട തന്നെ പഠിച്ചേ സ്കേറ്റ്. അടിപൊളി. പോയിട്ട് വാ. ചുണ്ടിരി ഒരുങ്ങിയിരിക്കും. ഓടിപ്പോ അണ്ണേ, പോ അണ്ണേ. അണ്ണ ഇരുന്ന സമയം കളയുന്നു. വേഗം പോ. പൊന്നൂസ് പറയുവാ, ക്ലാസ്സിൽ ഈ പിള്ളേർ ആരെങ്കിലും ക്ലാസ് മോണിറ്ററിനെ ആക്കിയാൽ പറയുന്നു പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ. ഇന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞൊന്നും മാറ്റുന്നില്ല. അതാ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു സാധനം കൊണ്ടാ ഒരാഴ്ചയായിട്ടുള്ള നടപ്പിയോ എടുക്കും മോനെ. മോണിറ്റർ അവിടെ ബൈക്ക് വെയിറ്റ് ചെയ്യുന്നു. പോടാ വേഗം പോ. പേരൊക്കെയായോ? അതെ, ചൂട്. മേലെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചിക്ക് എന്ന് വെച്ച് കഞ്ഞി കൊടുക്കണം, പള്ളിക്കഞ്ഞി. ടാറ്റാ. ബ്രെഡ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ 2 ഞാൻ കുക്കറിൽ ഉപ്പിട്ട് പുഴുങ്ങാൻ വെച്ച് കേട്ടോ. ഇതേ ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തു, ഒരു സവാള കുനുകുന അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്കയ്ക്കകത്ത് മഞ്ഞപ്പൊടി ഉപ്പ് തേച്ച് വെച്ച്, പക്ഷെ അണ്ണം പറഞ്ഞ് ഉപ്പ് പിടിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് ഇല്ല, നമുക്കുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സ്ലൈസ് ചീസാണേ, മിൽക്കി മിസ്റ്റിൻ്റെ. അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ബ്രെഡ് നമുക്കൊന്ന് നമ്മുടെ സൈഡൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. ഇനി നമ്മുടെ ഈ ബ്രെഡൊക്കെ കൂടെ ഇത് ഇങ്ങനെ ഒന്ന് പിച്ച് ഇടാമേ. ഇനി നമുക്ക് പച്ചമുളക്, കൊത്തി അരിഞ്ഞൊരു സവാള, മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഒരു തുമ്മണി ചിക്കൻ മസാല, നമ്മൾ വേവിച്ച് വെച്ച 2 കുഞ്ഞു കിഴങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇഞ്ചി വെളുത്തുള്ളി. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഓക്കെ. മോനുകുട്ടൻ സ്കൂൾ ബാഗ് എടുത്തോണ്ട് ഓടിയെന്ന് പറഞ്ഞ് 2ാമത് ട്യൂഷൻ ബാഗ് വേണമെന്ന് എന്നിട്ട് കൊണ്ടു കൊടുക്കാൻ പോയേ. എൻ്റെ പഠിച്ചോനെ എന്ത് മോനുട്ടനോ? ചീസ്. മുസറല്ല ചീസ് ആണെങ്കിൽ ഇങ്ങനെ വലിഞ്ഞു വന്നു. ഇത് നമ്മുടെ ബർഗറിലൊക്കെ ഇങ്ങനെ ചീസ് സ്ലൈസ്. എനിക്ക് ഓർമ്മയില്ല.
കുറച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച്. ഓ, പച്ചമുളക് 2 അധികം വന്നിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഇവിടെ വെച്ചാൽ നമ്മൾ ഓരോന്നും എടുത്ത് മാറ്റി കൊടുക്കേണ്ട വരും പൊന്നൂസിന് മോട്ടന്. ചീസ് നടുക്ക് കുറച്ച് പിച്ച് വെച്ച് ബോൾസാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ മുട്ടയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലാസ്റ്റ്. അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു പോകും എണ്ണ ഇപ്പോഴേ വെച്ചാലേ. എണ്ണ എന്ത് നോക്കുന്നേ? പൊഴിയത് നമ്മുടെ ബ്രെഡ് ക്രംസ്. ഇതേ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് ഇപ്പുറത്ത് വയ്ക്കാൻ പറഞ്ഞ പോലെ. അതിൻ്റേതായ ഒരു ശൈലി ഉണ്ടല്ലോ. ഇതെടുത്ത് ഇവിടെ മുക്കി ഇങ്ങോട്ട് കോട്ട് ചെയ്തിട്ടല്ലേ ഇടുന്നത്. അപ്പം ഇങ്ങനെ തന്നെ സെറ്റ് ആവട്ടെ. ഇനി എണ്ണ ഒഴിക്കാം. അണ്ണൻ ദേ ഇവിടെ സർബത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. പൊന്നൂസിനും മോനൂട്ടനും അണ്ണനും. ഇവർക്ക് 3 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സാധനമാണ് വാട്ടർ മെലൻ. ഞാൻ തരത്തില്ല. എനിക്ക് പൈനാപ്പിളും ഇവർക്ക് 3 പേർക്കും വാട്ടർ മെലനും. അയ്യോ, ഉണ്ട് അതുണ്ട്. ഈ അണ്ണനും പൊന്നൂസും മോനൂട്ടനും എനിക്കറിയാം. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല അങ്ങനെ. മറ്റ് പൊന്നൂസിനും മോനൂട്ടനും അതുപോലെ ഇഷ്ടം. എനിക്ക് പച്ചക്ക് തിന്നാനും വലിയ ഇഷ്ടമൊന്നുമല്ല. ആഹാ, ഞാൻ പറഞ്ഞ് നാളെ ഉണ്ടാക്കാം. കസ്കസൊക്കെ വാങ്ങിച്ച് വെള്ളത്തിൽ നാളെ ഉണ്ടാക്കും. ഇവർക്ക് 3 പേർക്ക് ക്ഷമയില്ലല്ലോ. 2 പേർക്ക് ഇന്ന് നാളെ മോനൂട്ടൻ നോമ്പ് പിടിക്കുന്നു. അമ്മ എന്നെ നാളെ വിളിക്കണേ അമ്മ. ഞാൻ പറഞ്ഞു ശരി വിളിക്കാം. ക്ലാസ്സിൽ ആരും കണ്ടൊക്കെ പറഞ്ഞെന്ന് 2 പേര് നാളെ നോമ്പ് പിടിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ കൂട്ടിടാം. സ്പീഡി ആയില്ലെങ്കിൽ ഈ ബ്രെഡ് ആയതുകൊണ്ട് ഈ സംഭവം കരിഞ്ഞു പോകും കേട്ടോ. ഇവിടെ പെട്ടെന്ന് ഇവിടെ ഫിനിഷായോ? അണ്ണ ഒരു കാര്യം ചെയ്യും, കുറച്ച് നേരം കസ്കസ് എടുത്ത് വെള്ളത്തിൽ ഇട്. അപ്പോഴത്തേക്ക് ആവും കേട്ടോ. പക്ഷെ നേരം പോരെ. ഇതുകൊണ്ട് ആ ബ്രെഡിൻ്റെ അടിയിലോട്ട് ഞാൻ വെച്ച് കവറിൽ ബ്രെഡ്. അത് തന്നെ ഇച്ചിരി ഇട്ടാൽ മതി. കുറച്ചിട്ടാ മതി. വേണ്ട ഇതാണ്ട ഫ്രണ്ട്സ് നമ്മുടെ കോക്കനട്ട് ബോൾസ് സെറ്റ്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ആക്കി ചീസ് ഇതായോ മെൽറ്റ് ആയില്ലോ എന്ന് നോക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂട്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നോക്കാമേ. ഇനി ചക്ക വറക്കാൻ പോവാണ്. ആ എണ്ണയിൽ തന്നെ അങ്ങ് ചക്ക വറക്കാം. പക്ഷേ ആ ബ്രെഡിൻ്റെ ഈ കരിഞ്ഞ ഭാഗമൊക്കെ ഉണ്ട്, അത് സാരമില്ല, നമ്മളെല്ലാം കഴിക്കുന്നത്. ഇനി ചക്ക വറക്കാം. കൈ മാത്രം കാണിക്കാം ഫ്രണ്ട്സ്. ഇവിടെ ഒരാൾ പാത്രം അതിന് മുമ്പ് ടീഷർട്ട് അങ്ങ് മാറി കേട്ടോ. അതുകൊണ്ട് അതെ, കൊടവണ്ടിയൊക്കെ നിങ്ങളിനി കാണണ്ട. അതുകൊണ്ട് അപ്പൊ അന്നേരം ഒന്നും കഴി സെറ്റാക്കിയല്ല അണ്ണ മുട്ട പൊടിച്ചു സെറ്റാക്കിയാൽ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ മനുഷ്യൻ അതിൻ്റെ പുറകെ ഒരു കിൻഡൽ കാണിക്കുന്ന നോമ്പ് തുറന്നു കഴിഞ്ഞു. ഇത് തേശ വരൂ. ഇല്ല, കുറച്ച് എണ്ണ ഒഴിച്ചോളൂ. ഈ എണ്ണ എൻ്റെ അടുത്ത് പറയാം ഇപ്പുറത്തൊരു ചീനിച്ചട്ടിയും കൂടെ വെച്ചിട്ട് മൊത്തം അങ്ങ് വറുത്തെടുക്കാൻ. അങ്ങനെ വറുക്കുമ്പോഴേ ഉള്ള എണ്ണ എല്ലാം കൂടെ ബാക്കി വരും. വറുക്കാൻ ഇച്ചിരി വറുത്തിട്ട് ബാക്കി എന്നാൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട്, എന്നാലേ എണ്ണ വേസ്റ്റ് ആയി കളയാൻ പറ്റുമോ? പിന്നെ വറുക്കണം. എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് അടിക്കണം ഫ്രണ്ട്സ്. പഴുത്തമുണ്ടേ, കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, മധുരം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണ്, എല്ലാ കടയിലും പൈനാപ്പിളുണ്ട്. ഇത് നമ്മൾ മറ്റേ സ്മാർട്ട് ബസാറിൽ നിന്ന് മേടിച്ചതുകൊണ്ടേ എല്ലാം പച്ചയായിരുന്നു. പിന്നെ ഫ്രിഡ്ജിലും കൊണ്ട് വെച്ചത്. അതിൽ പഞ്ചാരയിടാം. അപ്പം അതേ നമ്മൾ സത്യം പറഞ്ഞാൽ കുഴഞ്ഞു കേട്ടോ. കഞ്ഞി വാങ്ങാൻ പോവാണ്. ഇന്ന് വേണ്ട ടൗൺ പള്ളിയിലാണ് കഞ്ഞി വാങ്ങാൻ പോകുന്നത്. അപ്പം ഞാനും കൂടെ ചാടി കയറി. എന്താണെന്ന് വെച്ചാലേ സമയം പോകണ്ടേ, അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ നിന്ന് എങ്ങും ഇറങ്ങത്തില്ല. അതുകൊണ്ടാണ് നൈറ്റ് ഇട്ട വേഷം അങ്ങ് കയറി കേട്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കും AC ഇങ്ങനെ ഇട്ട് ഒന്ന് റൗണ്ട് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് സമയം അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ ചാടി കയറിയേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ദേ പൊന്നൂസിനെ മോണ്ടനെ വിളിച്ചോണ്ട് വരാം. അപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമാകും. വലിയ അടി അന്ന് ടെൻഷൻ അടിച്ചിട്ട് കേട്ടോ. വീട്ടിലെ ജോലിക്കാർ പണി ചെയ്തെൻ്റെ ജോലിക്കാരുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് നമ്മളൊന്നും മൈൻഡ് ചെയ്യാറില്ല. കറുത്ത് സാധാരണ കറുത്ത് കരിവാളിച്ചു. രാവിലെ തൊട്ടേ പോയി അലച്ചില്ല, നോമ്പ് പിടിച്ച് 2 നോമ്പായതേ ഉള്ളൂ. എന്നാലും കറുത്ത് അതിന് മുമ്പ് യാത്രയായിരുന്നല്ലോ.
ഇപ്പൊ എന്തായാലും വെയിലേ ഇല്ല 2 ദിവസം. രാവിലെ ഒക്കെ സ്കൂട്ടിയിലാ പോകുന്നത്. ഇപ്പൊ ഞാനോ പൊന്നൂസ മോണ്ടനോ ഞങ്ങൾ 4 പേരും ഒരുമിച്ചുള്ളപ്പോ മാത്രമേ കാർ എടുക്കും ഫ്രണ്ട്സ്, അല്ലെങ്കിൽ സ്കൂട്ടിയിലാട്ടോ. അണ്ണനും കുഞ്ഞുങ്ങളും മാത്രം വന്നതിൽ സ്കൂട്ടിയില, ഞാനും അണ്ണനും. അത് തന്നെ പെട്രോള് ഇവിടെ കേറുന്നോണ്ടാ അണ്ണൻ കാർ എടുക്കുന്നത്. എന്റെ ഈ കോലമല്ലേ ഇന്ന് പുല്ലു ടൗൺ പള്ളിന്നോ ഏതെങ്കിലും ടൗണിൽ തന്നെ 3 പള്ളിയുണ്ട് കേട്ടോ. അതിലേതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് കഞ്ഞി മേടിക്കാം. കഞ്ഞിക്ക് ഒരു ചേഞ്ച് വേണ്ടേ? അതെ, എന്നും നമ്മുടെ പള്ളിയിലെ ബിരിയാണി കഞ്ഞിയാണ്. അപ്പൊ ഇവിടുത്തെ വേറെ ഉലുവ കഞ്ഞി അങ്ങനത്തെ കഞ്ഞിയാണ്. അപ്പൊ നോക്കാം നമുക്ക്. ആണ്ട മോനോട്ട് ഓടി വരുന്നു. ഓടി വാ. കണ്ട 6 മണി ആയില്ല, അതിന് മുമ്പത്തെ വന്നേ. പിരേന്ദ്ര ത്രെഡ് ചെയ്ത് വെച്ചേക്കാം മോനോട്ടെ. കണ്ടാ ത്രെഡ് ചെയ്ത് വെച്ചേക്ക. ഈ പൊന്നൂസ് എന്തേ ആള് ഇടിച്ചപ്പം വേറൊരു കുഞ്ഞൻ മുട്ട ഉണ്ടായി. വന്നട്ടെ. അടയ്ക്കണ്ട മോനെ, കാരണം ആൾക്കാർ ഇപ്പൊ പൊക്കോണ്ടിരിക്കുമല്ലേ. 6 മണി വരെയല്ലേ ഉള്ളൂ. പൊന്നോ കുറ്റി ഇടണ്ട, പിള്ളേർ പോവാനാണ്ട ആ അങ്കിള് കാത്തിരിക്കുന്നേ. ബാ ആണ്ട ആ അങ്കിൾ പിള്ളേരെ കാത്തിരിക്കവരെ ഇറങ്ങണ്ടേ. എല്ലാം എടുത്ത് വെക്കുവാണ് ഫ്രണ്ട്സ്. പൊന്നു അങ്ങ് പോ പൊന്നെ. ചേച്ചി ഫോൺ കാണാൻ പോവാ. ഇത് തിന്നുവന്നല്ല കേട്ടോ, ഞങ്ങള് പിന്നെ ഒരു കൊതിക്കേണ്ടി വെച്ചേ. ഇനിയിപ്പോ 6 കഴിഞ്ഞിട്ട് ടിന്നിട്ട് വെക്കാന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചേ കേട്ടോ. പൊന്നു എടുത്ത് കഴിച്ചോ. കൊള്ളാമോ? ഉപ്പൊക്കെ ഉണ്ടോ മോനെ? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബ്രെഡ് ചീസ് ബോൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ നമ്മുടെ സർബത്തും ഇന്നത്തെ സ്പെഷ്യൽ ആണ് കേട്ടോ. ഇന്ന് കുറെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇതും സ്പെഷ്യലാണ്. ഇന്ന് കുറെ ഐറ്റംസ്. അത് മതി അണ്ണ, അതിന് എനിക്ക് തണുപ്പ് വേണം. നമ്മളിനി ആദ്യം എടുക്കണ്ടേന്ന് വെച്ചാല് ആദ്യം നോമ്പ് കുറിക്കാൻ എടുക്കുന്ന നമ്മുടെ സ്നാക്സ് അല്ല നട്ട്സ്. പിന്നെ ജ്യൂസ്, മറ്റേ പൈനാപ്പിൾ ജ്യൂസ് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. ഇത് എടുത്ത് വെച്ചാൽ ഇവർക്ക് തണുപ്പ് വേണ്ടല്ലോ, ഇല്ല തൊണ്ടവേനയല്ലേ. എനിക്കും അണ്ണനും തണുപ്പ് വേണം, അതുകൊണ്ട് ഫ്രിഡ്ജിൽ നോമ്പ് കുറിക്കാൻ വെക്കുന്നത്. ഇനി നമുക്ക് ഒന്നുമൊക്കെ എടുത്തിട്ട് വന്നിരിക്കാം. മോനെ കുട്ടാ അവിടെ ഇരി മോനെ. ഇവിടെ അവന് ഈത്തപ്പഴം കൊടു. തട്ടി വീഴും. രണ്ടുപേരും ഒരുമിച്ച് ഗ്ലാസ് എടുത്ത്. ഭയങ്കര ദാഹല്യ. അയ്യോ സത്യം പറഞ്ഞ ഈ സാധനത്തിനൊക്കെ വില മനസ്സിലാക്കുന്ന നമ്മളിങ്ങനെ നോമ്പ് പിടിച്ചിരിക്കുമ്പോഴാ. അതെ, എനിക്കാണെങ്കിൽ സംസാരിക്കാനും ഒന്നും കിട്ടുന്നില്ല. ചപ്പാത്തില്ല ഇനി ഇത്. അപ്പൊ അടുത്ത ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എടുക്കാണ് കേട്ടോ. ബ്രെഡ് ചീസ് ബോൾ എടുത്ത് കഴിക്കാൻ ഒന്ന് ഇതാക്കിയ പൊന്നു. ഒന്ന് രണ്ടാക്ക് ചീസ് മെൽറ്റ് ആയിട്ടുണ്ടോ നോക്കാനാ. അത് അതുപോലെ ഇരിക്കുവാണോ? അതുപോലെ ഇരിക്കും. മുസല്ല ചീസ് ആണെങ്കിൽ പക്ഷെ ചീസ് അലിഞ്ഞില്ലെങ്കിൽ സൂപ്പറാ. ടേസ്റ്റ് ഉണ്ടല്ലേ? ഇവിടെ വെക്കുകയാണ് പൈനാപ്പിൾ ജ്യൂസിന്റെ ഇവിടെ. ആണോ? ഇതെടുത്ത് കഴിയുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റാ. കൊള്ളാവോ? അടിപൊളിയാണോ? അടിപൊളി. ഇച്ചിരി സർബത്ത് എനിക്ക് തന്നെ നോക്കട്ടെ. അമ്മല്ലേ അമ്മക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഇത് ഒഴിക്കാനാണോ? ഇത് എനിക്ക് അത് തന്നെ മതി. പൊന്നൂന്റെ ആരുടെയെങ്കിലും ഗ്ലാസ് ചീസ് മെൽറ്റ് ആയിട്ടില്ല മോനെ, അത് ഉണ്ട്. മതി മതി കണ്ട മതി 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 മതി. കുരു ഞാൻ രാത്രി പൊന്നൂസ് തണുത്ത വെള്ളം കുടിച്ചോണ്ട് കണ്ണ് കുരയ്ക്കുക. അതുകൊണ്ട് ഈ സാധനം ഫ്രിഡ്ജിൽ വെച്ചില്ല.
ഫ്രിഡ്ജ് വെച്ചാൽ നല്ലതായിരുന്നു. പൈനാപ്പിൾ ജ്യൂസ് മാത്രമേ ഫ്രിഡ്ജ് വെച്ചുള്ളൂ. കാരണം ഇവര് രാത്രി മൂക്കടപ്പ്, തൊണ്ടവേദന എന്തൊക്കെയായിരുന്നു. പക്ഷെ ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് കൂടെ വെച്ചാൽ സൂപ്പറായിരുന്നു. കൊള്ളാൻ പറ്റും, സംഭവം കൊള്ളാം. നല്ല രുചിയുണ്ട്. അത്തമ്മ ചക്ക കൊടുത്തിട്ട് അമ്മ ഉണ്ടാക്കിയതാ. കൊള്ളാവോ ചക്ക വരില്ലേ? മൂന്നിട്ടാണ് പഴുത്തൊക്കെ ഇഷ്ടം. പഴുത്ത ചക്ക, പഴുത്ത മാങ്ങ. ചൂടായിരുന്നു കുഴപ്പമില്ല, തണുത്തു തണുത്ത് എന്നിട്ട് എണ്ണ ഇട്ട് വയ്ക്കാൻ പോവാം. ജ്യൂസും ഉണ്ട്. ജ്യൂസ് എന്ത് ജ്യൂസ് തന്നെ പള്ളിക്കഞ്ഞി കുടിച്ചില്ല. അയ്യോ മറന്നു. കസ്കസ് കഞ്ഞിയാ, കസ്കസ്. അങ്ങനത്തെ കിടക്കുന്ന കസ്കസാ. വേറെ ചില പള്ളി ഉലുവയിടും. പണ്ട് നമ്മൾ ഐഷയുടെ വീട്ടിൽ പോയപ്പോൾ വെള്ളക്കഞ്ഞിയും പയറുതോരനുമായിരുന്നു. ഇനി ഓർമ്മ ഉണ്ടോണേ? പല നാട്ടിൽ പല കഞ്ഞി. എല്ലാ കഞ്ഞിയും കൊള്ളാം. നോമ്പ് കഞ്ഞി എല്ലാം അടിപൊളിയാണ്. കഞ്ഞി അടിപൊളി. നല്ല കഞ്ഞി. മോനൂട്ടനെ ഒന്ന് എടുത്തു കൊടുക്കണേ. പാല്, കഞ്ഞി എല്ലാം കൂടി വയറിളകുമല്ലോ. പിന്നെ ചീസ്. അത് തറയിടല്ലേ, ഇതെല്ലാം കഴിഞ്ഞ് ഒരു ജോലിയുണ്ട് കിൻഡല്. ഇതെല്ലാം കഴുകി വെക്കണം. അത് ഞങ്ങളല്ല, ഇവര് രണ്ടുപേരാണ്. ഇവര് കാർട്ടൂൺ കണ്ടോണ്ട് പോയി ഇരിക്കത്തില്ല, സഹായിക്കാൻ. അപ്പം മുത്തുമണീസ് ഇത്രേ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ നോമ്പ് വിശേഷമൊക്കെ. കുഞ്ഞു നോമ്പ് വിശേഷങ്ങളൊക്കെയാണ്. എന്നാലും ഓരോ ദിവസം നിങ്ങളുമായിട്ടൊക്കെ നിങ്ങളുമായിട്ടൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് സമയം പോകുന്നൊന്നും അറിയത്തില്ല, രസമാണ്. അപ്പം അടുത്ത നാളത്തെ വിശേഷമായിട്ട് കാണാം കേട്ടോ. മറക്കാതെ കാണണം. ബൈ.